മണ്ണ് ഖുർആൻ മന്ത്രിച്ച മണ്ണാകണം കേട്ടോ. ഖുർആൻ മന്ത്രിച്ചുകൊണ്ട് മണ്ണിടണം കബറിലേക്ക്. അപ്പൊ നമ്മൾ മരണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ഇന്നാലില്ല ഖുർആൻ ഓതിക്കൊണ്ടാണ് നമ്മൾ മരണ വാർത്ത സ്വീകരിച്ചത്. ഖുർആൻ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഖുർആനാണ്. ഇത് പാടില്ലാതെ വഹാബി പറഞ്ഞാൽ, ഇത് പാടില്ലാതെ മൗദൂദി പറഞ്ഞാൽ, ഇത് പാടില്ലാതെ ഖാദിയാനി പറഞ്ഞാൽ, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്പമൊന്ന് ആലോചിക്കണ്ടേ? നമുക്ക് കബറിലേക്ക് പോകണ്ടേ? ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ കബറിലും അപ്പുറത്ത് മഹ്ശറിലും അല്ലാഹു വേണ്ടു കവച്ച എവിടെയും അവന്റെ വെളിച്ചം ഖുർആനാണ്. ആ ഖുർആൻ വരെ പാടില്ലെന്ന് പറയുന്ന പ്രസ്ഥാനക്കാരെ ഷർറിൽ നിന്ന് പടച്ചവനെ ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ആ സ്വീപ്പിൽ പെടുത്തല്ലേ റഹ്മാനെ. മക്കളെ കാക്കണം റഹ്മാനെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇവിടെ കൂടിയ ആഭാരവൃദ്ധം ജനങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ ദുനിയാവിലും ആഖിറത്തിലും മോചനത്തിന് വേണ്ടി അല്ലാഹു തന്ന ദീൻ, അത് പാരമ്പര്യ മതമാണ്. അത് അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീനിൽ ജീവിച്ച മഹാന്മാരെല്ലാം അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കണ്ട് ജീവിച്ചതാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കണ്ട് പഠിച്ചവരാണ്. അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടക്ക് അള്ളാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷന്മാർ, അള്ളാഹു നിശ്ചയിച്ച മഹാന്മാർ. ആ മഹാന്മാർ ഭൂമിയുടെ മുകളിൽ താമസിച്ചാലും ഭൂമിയുടെ അടിഭാഗത്ത് താമസിച്ചാലും ഈ ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാർ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്ത് പോയി നോക്ക് നിങ്ങൾ. നിസാമുദ്ദീൻ, ഡൽഹിയിലെ നിസാമുദ്ദീൻ. എന്താ നിസാമുദ്ദീൻ? നിസാമുദ്ദീൻ ഔലിയ, ബഹുമാനപ്പെട്ടവരുടെ മക്ബറ ഡൽഹിയുടെ തലസ്ഥാന നഗരിയിൽ പോയി നോക്കൂ നിങ്ങൾ. അവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് നീങ്ങിട്ട് നോക്കൂ നിങ്ങൾ. സുൽത്താനുൽ ഹിന്ദ് വലീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ മദദ് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖാജ തങ്ങളെ ഹബീബുനാ റസൂലുള്ളാഹ് മുത്തനബി ഖാജ തങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു യാ മുഈനുദ്ദീൻ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു. എന്നിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഓർഡർ പ്രകാരമാണ് ഖാജ തങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. മക്കത്തുൽ മുക്കറമയിൽ നിന്ന്, മദീന മുനവ്വറയിൽ നിന്ന്, പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇറാഖിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാണ്ഡഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് അജ്മീറിലേക്ക് എത്തിയ ഖാജ തങ്ങൾ റസൂലുള്ള പറഞ്ഞതാണ്, അന്ത സുൽത്താനുൽ ഹിന്ദി വവലിയുഹ ദാക മസ്കനുക വമദ്ഫനുക. മുഈനുദ്ദീനെ, ഇന്ത്യയുടെ രാജാവ് നീയാണ്, ഇന്ത്യയുടെ ഭരണാധികാരി നീയാണ്. നിനക്ക് ഇനി ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് അടിയിലും താമസിക്കാനുള്ള സ്ഥലം ഇന്ത്യ രാജ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ പ്രകാരം ഇന്ത്യയിൽ അജ്മീർ ഷരീഫിലെത്തിയ ഖാജ തങ്ങൾ ആദ്യം ചെയ്ത പണി എന്താണ്? ബഹുമാനപ്പെട്ടവർ അവിടെ വന്നു, ഉറക്കെ ഖുർആൻ ഓതാൻ തുടങ്ങി. മലായിക്കത്ത് ഭൂമിയിൽ തുടുതുട കുരുകുട നന്നായിട്ട് കുടുകുട മലക്കുകൾ ഇറങ്ങി മലായിക്കത്തിനെ ഇങ്ങനെ കാവൽ നിർത്തി. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ പകൽ സമയത്ത് ഖുർആൻ ഒരു ഖത്തം തീർത്തു, രാത്രി സമയത്ത് ഖുർആൻ ഒരു ഖത്തം തീർത്തു. ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഇങ്ങനെ ഓതി തീരുമ്പോൾ, ഖുർആൻ ഖത്തം തീരുമ്പോൾ ചുറ്റുഭാഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു, ഖബിൽനാ ഖതമക യാ മുഈനുദ്ദീൻ. മുഈനുദ്ദീനെ, നീ ഓതിയ ഖുർആൻ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഖുർആൻ ഓതിയിട്ട് മലായിക്കത്തിനെ നിർത്തി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖാജ തങ്ങളുടെ മക്ബറയിൽ ഇന്നും ഇന്ദിരാഗാന്ധി അടക്കമുള്ള പ്രധാനമന്ത്രിമാർ ജാതി മത ഭേദമന്യേ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ 171ാമത് ആണ്ട് നേർച്ചയാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. സരോജിനിയും സാവിത്രിയും ജോസഫും അടക്കമുള്ള ആളുകൾ, മുഹമ്മദും അബൂബക്കറും ഫാത്തിമയും അടക്കമുള്ള ആളുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മക്ബറയിൽ വരുന്നു. മഹാന്മാർ സാഹോദര്യത്തിന്റെ ചിഹ്നങ്ങളാണ്. മഹാന്മാർ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നങ്ങളാണ്. മഹാന്മാരുടെ മക്ബറകൾ, അവിടെയാണ് സ്നേഹം നിലനിൽക്കുന്നത്, അവിടെയാണ് ബഹുമാനം നിലനിൽക്കുന്നത്, അവിടെയാണ് മതസൗഹാർദ്ദം നിലനിൽക്കുന്നത്. അവിടുത്തെ ആദരിക്കാത്ത ഒരാളുമില്ല. ലോക മനസ്സാക്ഷിക്ക് മുമ്പിൽ വർഗീയതയുടെയും തീവ്രതയുടെയും അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധവുമായ
ആശയങ്ങൾ പ്രചരിപ്പിച്ച് അതിന് ആയത്തുകൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വഹാബിസവും മൗദൂദിസവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ തെറ്റിക്കുന്ന പാർട്ടിയിൽ ചേർന്നു പോകണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ ലോകത്തെ എവിടെ സഞ്ചരിച്ചു നോക്കൂ, അവിടെ എല്ലാ മഹാന്മാരും മക്ബറകളും നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. മഹാന്മാരെ മഹബത്ത് വെച്ച് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹ്, രാജാതിരാജനായ അള്ളാഹ്, ഞങ്ങൾക്ക് നീ തണലാകണേ അള്ളാഹ്, ഞങ്ങൾക്ക് നീ തുണയാകണേ അള്ളാഹ്. നമ്മുടെ കൂട്ടത്തിൽ ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട പലരുമുണ്ട്. രോഗികളുണ്ട്, വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ധാരാളം കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം.